Hello all, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ മോഡൽ എക്സാം ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങൾക്കിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ പബ്ലിക് എക്സാം. അപ്പോൾ അതിന് യൂസ് ആകുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്, ഇംഗ്ലീഷിൻ്റേതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അറ്റൻഡ് ചെയ്യുക. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കംപ്ലീറ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ട് പോയിട്ട് നമുക്ക് എക്സാം ഹാളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഓൺവേർഡ്സിൽ എഴുതാൻ അറിയണം, അതുപോലെ തന്നെ നമുക്ക് ഗ്രാമർ ഭാഗം അറിഞ്ഞിരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പറുകൾ മോഡൽ ചെയ്യുന്നോ നമുക്കൊരു ഐഡിയ കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് പാരഗ്രാഫ് വായിച്ച് പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ, അതുപോലെ തന്നെ പോയട്രി വായിച്ച് അപ്രിസിയേഷൻ എഴുതാൻ, പിന്നെ ഡയറി ഉണ്ടായിരിക്കും, ആർട്ടിക്കിൾ എഴുതാനുണ്ടായിരിക്കും, റിപ്പോർട്ട് ഉണ്ടായിരിക്കും, അല്ല ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ലെറ്റർ, അങ്ങനെ കുറച്ച് പാറ്റേണുകൾ വരും. ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കാൻ, അതുപോലെ ക്വസ്റ്റ്യൻ ടാഗുകൾ, ഫ്രേസൽ വെർബുകൾ, ഇങ്ങനെയെല്ലാം വരും. അപ്പോൾ നമ്മൾ മാക്സിമം എത്ര ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അത്രയും നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ആയിട്ട് ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഓൺവേർഡ്സിലൊക്കെ എഴുതാൻ ഈസി ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഗ്രാമറിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ, ഗ്രാമറായിട്ടുള്ള ഓക്സിലറി വെർബുകൾ ഫില്ല് ചെയ്യാൻ ഈസ്, വാസ്, ഇന്ന്, ഓൺ, അങ്ങനത്തെ ഗ്രാമർ ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനുണ്ടാവും. ഫ്രേസൽ വെർബുകൾ ഉണ്ടാവും, വെന്റ് ഔട്ട്, പുട്ട് ഓഫ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫ്രേസൽ വെർബിൻ്റെ ഭാഗവും നിങ്ങൾ നോക്കിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 2026 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 80 മാർക്കാണ് നമ്മളുടെ. നിങ്ങൾക്ക് ഇംഗ്ലീഷിന് 80 മാർക്സ് ആണ്. 2.5 മണിക്കൂറാണ് സമയം. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആണ്. അപ്പോൾ മിണ്ടാതെ നന്നായി കൂളായിട്ടൊക്കെ ഇരിക്കുക. ആ സമയം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇൻസ്ട്രക്ഷനിൽ വരിക. നിങ്ങൾക്കറിയാം, എ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഓർ ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ടാവും. ഈ ഓർ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ ഒരെണ്ണം മാത്രം ആൻസർ ചെയ്യേണ്ട, രണ്ടും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. രണ്ടും ആൻസർ ചെയ്താൽ മാർക്ക് കിട്ടുമോ എന്ന് നോക്കിയാൽ മാർക്ക് ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും രണ്ടും, എയും ബിയും ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ രണ്ടും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് 1 to 5 എന്ന് പറയുമ്പോൾ, റീഡ് ദ എക്സെപ്റ്റ് ഫ്രം ദ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പാരഗ്രാഫാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പാരഗ്രാഫ് വൃത്തിയായിട്ട് വായിക്കുക. ഈ പാരഗ്രാഫുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് 5 ചോദ്യങ്ങളാണുള്ളത്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരഗ്രാഫ് വായിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനും ഈസി, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എടുത്ത് വെക്കുക. എന്നിട്ട് ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ ആ പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം തന്നെ ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻസർ വരുന്നത് ദ ഏഞ്ചൽ ഡിഡ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട് ആണ്. 2, ഹൗ ഡിഡ് ദ ഏഞ്ചൽ സ്പെൻഡ് ഹിസ് ടൈം ആണ്. ആൻസർ, ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബറോഡ് നെസ്റ്റ്. 3, what did the angel eat? Eggplant mush ആണ്. What was the angel's supernatural virtue? Answer, his only supernatural virtue seemed to be his patience. 5, what did the cripples do to the angel? The cripples pulled out his feathers to touch their limbs with. Okay, അപ്പോൾ ഇത് നമ്മൾ ഓണിൽ എഴുതിയതോ അങ്ങനെയൊന്നും അല്ല. ആ പാരഗ്രാഫിൽ ഉണ്ട് ഇതിൻ്റെ ആൻസേഴ്സ്. നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി, നിങ്ങളത് നോക്കുക, എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക ആൻസേഴ്സ്. അടുത്തത് 6 മുതൽ 11 വരെ ചോദ്യങ്ങളാണ്. ഏത് ചാപ്റ്ററിൽ നിന്നാണ്? ദ സീഡ്ലിംഗ് എന്ന പോയട്രിയിൽ നിന്നുള്ള ലൈൻസ് ആണ്. അപ്പോൾ ഈ സീഡ്ലിംഗ് എന്ന പോയട്രി നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ഇതുപോലെ റീഡ് ചെയ്ത് നോക്കുക. റീഡ് ചെയ്തിട്ട് നമുക്കുള്ള 11 ക്വസ്റ്റ്യൻസ്. വാട്ട് ഹെൽപ്ഡ് ദ ലിറ്റിൽ പ്ലാന്റ് ടു ഗ്രോ? ലിറ്റിൽ പ്ലാന്റിനെ വളരാൻ സഹായിക്കുന്നത്. ദ സൺഷൈൻ ആൻഡ് ദ റെയിൻ ഹെൽപ്ഡ് ദ ലിറ്റിൽ പ്ലാന്റ് ടു ഗ്രോ. അടുത്തത്, വാട്ട് ഡിഡ് ദ ലിറ്റിൽ പ്ലാന്റ് മേക്ക് വെൻ ഇറ്റ് ഗ്രൂ? ഫ്ലവർ. What advice does the poet give to the little fox? എന്താ അഡ്വൈസ് ആണ് ലിറ്റിൽ ഫോക്സിന് പോയിട്ട് നൽകുന്നത്? To be like the seedling and to do the best they can. What will help the plant to go through the lonesome struggling hours?
അടുത്തത് pick out 2 sets of rhyming words from the lines given ആണ്. shower, flower, growing, seedling. What will help the plants to go through the lonesome struggling hours? ഏതാണ് ആൻസർ? the sun and showers. What according to the poet must every child share? ആൻസർ ലൈഫ്സ് ലേബർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ വായിച്ചു പോകാനല്ല ഇത് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ പോയിട്രിയും ഈ ക്വസ്റ്റ്യൻസും വെച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് ആ പോയത്തിൽ നിന്ന് ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? അതാണ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ശ്രമിക്കേണ്ട കാര്യം കേട്ടോ. അതിനാണ് നിങ്ങൾക്ക് ആൻസർ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഈ ആൻസർ അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് 12 മുതൽ 15 വരെ ചോദ്യങ്ങളാണ്. എ പീസ് ഓഫ് സ്ട്രിങ്ങിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് നിങ്ങൾ താഴോട്ട് വരിക. 13ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ഹി ഡു വിത്ത് എ ബിറ്റ് ഓഫ് തിൻ കോഡ് ആണ്. അതിനു മുമ്പ് ഒരു ചോദ്യമുണ്ട് 12. വാട്ട് ഡിഡ് ഹോ ചി കോം സീ വെൻ ഹി വാക്ക്ഡ് ടുവേർഡ്സ് എ പബ്ലിക് സ്ക്വയർ? ഹി സോ എ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ് ഓൺ ദ ഗ്രൗണ്ട്. അടുത്തത്, വാട്ട് ഡിഡ് ഹി ഡു വിത്ത് എ ബിറ്റ് ഓഫ് തിൻ കോഡ്? ഹി ടുക്ക് ദ ബിറ്റ് ഓഫ് തിൻ കോഡ് ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് ബിഗാൻ ടു റോൾ ഇറ്റ് കെയർഫുള്ളി. Who stood watching him from the threshold? Melandine ആണ്. Why was Ho Chi Kom ashamed to pick the most suitable option? Melandine saw him picking up thin cord ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് നിങ്ങൾക്ക് ആൻസർ എ ഓർ ബി ആണ്. നമുക്ക് 16 എയും 16 ബിയും ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നറേറ്റീവ് ആണ് ഇവിടെ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. പ്രിപ്പയർ ദ ലൈക്ലി നറേറ്റീവ് ആണ്. അപ്പം നിങ്ങൾക്ക് നറേറ്റീവ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ഇവിടെ പിയാനിസ്റ്റ് ആൻഡ് കമ്പോസർ ഫോഴ്സ്ഡ് ടു ലീവ് ആൻഡ് ഹൈഡ് ഇൻ ദ ഗീറ്റോ ഡ്യൂറിങ് ദ വേൾഡ് വാർ സെക്കൻഡ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ ആ നറേറ്റീവ് തയ്യാറാക്കാൻ. അപ്പം നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല എന്ന് കരുതൂ. ഓർ ബി എന്താ? ഹോ ചി കോം ഇൻ ദ സ്റ്റോറി എ പീസ് ഓഫ് സ്ട്രിങ് ഡൈസ് ഇൻ ഷെയിം ആൻഡ് ഹ്യൂമിലിയേഷൻ. പ്രിപ്പയർ റൈറ്റ് അപ്പ് ഓൺ ദ സിറ്റുവേഷൻ ദാറ്റ് ലെഡ് ടു ഹിസ് ഡെത്ത്. അയാളുടെ മരണത്തിന് കാരണമായ ആ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ റൈറ്റ് അപ്പ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ നോക്കൂ, നറേറ്റീവ് ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് അപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നറേറ്റീവ് എഴുതേണ്ട ഫോർമാറ്റും റൈറ്റ് അപ്പ് എഴുതേണ്ട ഫോർമാറ്റും ഒന്ന് നോക്കിയിട്ട് പോവുക. അടുത്തത് നമുക്ക് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള പ്രൊഫൈലാണ്. പ്രിപ്പയർ എ പ്രൊഫൈൽ യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ ആണ്. അപ്പോൾ ഇവിടെ ആരാണ് വ്യക്തി? സലിം അലിയാണ്. ബേർഡ്സുമായി റിലേറ്റ് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ സലിം അലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സലിം അലി വാസ് ബോൺ ഓൺ 1986 November 12 ഇൻ മുംബൈ മഹാരാഷ്ട്ര എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തുടങ്ങാം അല്ലേ. ഹി വാസ് എ ഫേമസ് ഓർണിത്തോളജിസ്റ്റ് ആൻഡ് നാച്ചുറലിസ്റ്റ് എന്നൊക്കെ എഴുതാൻ. ഹീസ് ഓൾസോ നോൺ ആസ് ആൻ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിലുള്ള തന്നെ ഈസും വാസും ഓണും ഒക്കെ ചേർത്ത് പ്രൊഫൈൽ എഴുതാം. 6 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക കേട്ടോ. അടുത്തത് 18ാമത്തെ, ദ എക്കോ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഫോട്ടോ എക്സിബിഷൻ ഓൺ വൈൽഡ് ലൈഫ് ഓൺ 26 January 2026 ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. The district forest officer will inaugurate the program. You are the secretary of the club. Draft a notice inviting teachers, parents and friends to the program ആണ്. അപ്പോൾ നോട്ടീസ് ആണ്. അപ്പോൾ നിങ്ങൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ഉള്ള ഫോർമാറ്റ് നോക്കിയിട്ട് പോവുക. നോട്ടീസ്, നറേറ്റീവ്, റൈറ്റ്. അപ്പോൾ 3 കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് 3 നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ക്വസ്റ്റ്യൻസ് 19 മുതൽ 21 വരെയാണ്. നിങ്ങൾക്ക് 19 എ ഓർ ബി ചെയ്യാവുന്നതാണ്. 19 എ വരുന്നത്, യു വിഷ് ടു റൈറ്റ് എ ലെറ്റർ ടു അരുണാചൽ മുരുകനാഥൻ അപ്രിഷിയേറ്റിംഗ് ഹിസ് വെഞ്ചർ. പ്രിപ്പയർ എ ലൈക്ലി ലെറ്റർ. അപ്പോൾ അയാളെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടൊരു ലെറ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ ആ ലെറ്റർ എഴുതണം. ലെറ്ററിൽ ഫ്രം ടു ഫോർമാറ്റ് കൊടുക്കുക. അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഡേറ്റ്, അഡ്രസ്സ് എല്ലാം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ബി, മിസ്റ്റർ സ്റ്റുഡൻറ് റിയലൈസസ് ദാറ്റ് തെരേസ വാസ് സ്ട്രഗ്ലിംഗ് ഹാർഡ്. He felt miserable and writes his feelings in his diary. Prepare a likely diary entry ആണ്. അപ്പോൾ അടുത്തത് ഇതാ ഡയറി ചോദിച്ചിട്ടുണ്ട്. ലെറ്ററായി, ഡയറി ആയി. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റ് നിങ്ങൾ എപ്പോഴും ഒരു ഡേറ്റും ഒരു ഡേ അത് കൊടുക്കാൻ മറക്കരുത്. അടുത്തത് 20ാമത്തെ, A. The English Club of your school intends to observe the World Day of Persons with Disabilities on 3rd December 2025. The district collector will be the chief guest. Draft an event invitation giving details of the program. അപ്പോൾ നമ്മളുടെ ഈ ഭിന്നശേഷിക്കാർ, ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുടെ എന്താ പറയുക, ആ ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചീഫ് ഗസ്റ്റ് ഡിസ്ട്രിക്ട് കളക്ടറാണ്. ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ഇതാണ് തന്നിരിക്കുന്നത്. ഇവൻ ഇൻവിറ്റേഷൻ ആണ്. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ടാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഓർ എന്താ, ദ പാസഞ്ചേഴ്സ് ഇൻ ദ ട്രെയിൻ വെർ അമേസ്ഡ് ടു സീ ദ സ്റ്റൗട്ട് മാൻ ബ്രേക്ക് ഇൻ ടു അൺകൺട്രോളബിൾ സോബ്സ്. ദ
Think that a passenger describes the experience to his children. Briefly describe the incident in his words. അപ്പോൾ ഇത് ആ ഒരു സാഹചര്യം, ആ ഇൻസിഡന്റിനെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. 6 മാർക്കാണ്. അടുത്തത് 21-നും A or B ഉണ്ട്. On a visit to Paramikulam, Salim Ali meets Omar Rolf, an Austrian tourist. Prepare a conversation between Salim Ali and Omar Rolf. അപ്പോൾ ഇവിടെ സലീം അലിയും ഒമർ റോൾഫും തമ്മിലുള്ള സംഭാഷണം, കോൺവെർസേഷൻ ആണ്. 6 മാർക്കാണ്. അപ്പോൾ മിനിമം ഒരു 6 സെൻറ്റൻസും 3 എക്സ്ചേഞ്ചെങ്കിലും ഉണ്ടായിരിക്കണം കേട്ടോ. ഓർ B. Prepare a character sketch of the old man in the story, an old man with enormous wings. അപ്പോൾ ഇവിടെ ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ആൻഡ് ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്നുള്ളതിൽ ഓൾഡ് മാൻ്റെ കഥാപാത്ര നിരൂപണമാണ്. 6 മാർക്കാണ്. മിനിമം 3/4 പേജെങ്കിലും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. 1 പേജ് ആയാലും പ്രശ്നമില്ല. അടുത്തത് 22-ാമത്തെ നമുക്ക് സ്റ്റഡി ദ അഡ്വർടൈസ്മെന്റ് ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ആണ്. താഴെ ഒരു പരസ്യം തന്നിട്ടുണ്ട്, അഡ്വർടൈസ്മെന്റ് ആണ്. അത് വായിച്ചു നോക്കിയിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ്. ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം നമുക്ക് 22-ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഇസ് ദ പോസ്റ്റ് ഓഫേർഡ് ബൈ ഗ്രീൻ ടെക് സൊല്യൂഷൻ? പ്രൊജക്ട് കോർഡിനേറ്റർ. വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ മെൻഷൻ ഫോർ ദ പോസ്റ്റ്? Bachelor's degree in environmental science or related field, strong communication and leadership skills. What is the last date for the application? 20th March 2026. To whom should the application be sent? To the managing director. Who will be contacted for further assessment? Only shortlisted candidates. അടുത്തത് 27 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫ്രേസൽ വെർബ് എന്നൊരു ചോദ്യം കൺഫേം ആയിട്ട് ഉണ്ടായിരിക്കും. ഇതുണ്ടോ, ഫ്രേസൽ വെർബുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എ ലാർജ് നമ്പർ ഓഫ് ക്യൂരിയസ് ഓൺ ലുക്കേഴ്സ് ടേൺ അപ്പ് ആണ് അറ്റ് പെലായോസ് ഹൗസ് ടു ക്യാഷ് എ ഗ്ലിംസ് ഓഫ് ദ മിസ്റ്റീരിയസ് ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. ദേ മേക്കപ്പ് ആണ് വരിക ബിയിൽ. ദേ മേക്കപ്പ് stories about him and annoyed him by throwing stones and pieces of food at him. They did everything they could to make the man see എന്താ വരെ ഗെറ്റപ്പ് ആണ്. As the old man showed no interest, they gave up the idea and left. 28 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ആണ്. ബ്രാക്കറ്റിൽ നിന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ABCDയിൽ എന്ത് വരുമെന്ന് ഞാൻ പറയാം. എയിൽ ത്രൂ, ബിയിൽ വിത്ത്, സിയിൽ ഇൻ, ഡിയിൽ ഓഫ് ആണ്. അപ്പോൾ നമ്മളിത് വായിച്ച് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് നിങ്ങളത് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അടുത്തത് നമുക്ക് മാച്ച് ദി ഫോളോയിങ് ആണ്. ഇതും ഗ്രാമർ തന്നെയാണ് കേട്ടോ. നോക്കൂ, ഇഫ് ഹി പ്രാക്ടീസ്ഡ് വെൽ, ഇവിടെ ഹി പ്രാക്ടീസ്ഡ് എന്ന് തന്നിരിക്കുന്നുണ്ടോ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്, ഹി വുഡ് ഗെറ്റ് ഫസ്റ്റ് പ്ലേസ് എന്ന് വന്നിരിക്കുന്നത്. പ്രാക്ടീസ്ഡ് ആണ് അല്ലേ, പാസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് പെർഫെക്റ്റ്ലി ഇവിടെ ഹി വുഡ് ഗെറ്റ് ഫസ്റ്റ് പ്ലേസ് വരും. അടുത്ത വുഡ് യു മൈൻഡ്. വുഡ് യു മൈൻഡിന് ശേഷം ഒരു ING ഫോം വരണം. ദാ അപ്പോൾ ING പറഞ്ഞത് ഹെൽപ്പിംഗ്. ING കണ്ടോ, ഈ ING ഫോം ഉള്ളതാ വരുള്ളൂ. അപ്പോൾ അതാണ് എഴുതേണ്ടത്. അടുത്ത പെലായോ ഹാഡ് ട്രീറ്റഡ് ദ ഓൾഡ് മാൻ ബാഡ്ലി ആണ്. ഹാഡും പെലായോ ഒരു ആണാണല്ലോ, അപ്പോൾ ഹീയാ വരിക. അപ്പം നമ്മൾ സെൻറ്റൻസ് പോസിറ്റീവിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവിൽ വരും. അപ്പോൾ ഹാഡിൻ്റെ കൂടെ ഒരു നോട്ട് ചേർക്കണം. ഹാഡിൻ്റെ ഹി, ഇതാണ് വരിക കേട്ടോ. യു ഹാഡ് ബെറ്ററിന് ശേഷം V1 ഫോം ആണ് വരിക. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. അപ്പോൾ ഗ്രാമർ കുറച്ച് അധികം ഉണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇങ്ങനെയാണ് ഗ്രാമർ നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. ഇനി 30-ാമത്തെ ക്വസ്റ്റ്യൻ, ആ പാസേജ് വായിക്കുക. അതിൽ തെറ്റായതിൻ്റെ അടിയിൽ വര ഇട്ടിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഹ്യൂമിലിയേഷൻ ആണ് ഇത് വരേണ്ടത്. ഇവിടെ എന്ത് വേണം, ഐ കഴിഞ്ഞിട്ട് ഒരു L വേണം, പിന്നെ ഒരു I അല്ലേ. ഷീ സെഡ് ഹി വുഡ് ഓൺലി അല്ല, ഷീ അല്ലേ ഇവിടെ. അപ്പോൾ എന്താ വരിക, ഷീ തന്നെയാ വരിക. അടുത്തത് എന്താ, റിട്ടേൺ വെൻ ഹി അപ്ഗേവ് അല്ല, ഗേവ് അപ്പ് ആണ്. അടുത്തത് ഹാവ് അല്ല, ഹാഡ് ആണ്. അതാണ് ഡിഫറൻസ് വരിക കേട്ടോ. അപ്പോൾ ഗ്രാമർ ഭാഗങ്ങൾ നന്നായി നോക്കുക. ഇനി ഇതിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. റിപ്പോർട്ടഡ് സ്പീച്ചും മസ്റ്റായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. വെറുതെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അല്ല ഇത്. ഇതുപോലെ ഒരു മോഡലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ മോഡൽസ് എത്ര ഉണ്ടോ അത്രയും നിങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഒരു ക്വസ്റ്റ്യൻ നമുക്കതിൽ ഉപകാരപ്പെടും. ഏതെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കൂടുതലായിട്ട് പഠിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും നന്നായി എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും A+ തന്നെ ലക്ഷ്യമിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. നന്നായി എക്സാം എഴുതുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.